9ാം ക്ലാസ്സിൽ പഠിക്കുന്ന എൻ്റെ എല്ലാ മക്കൾക്കും ബയോളജി മൈ പാഷനിലേക്ക് സ്വാഗതം. ഞാൻ സൗമ്യ ഹരികൃഷ്ണ. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് വർക്ക് ആൻഡ് എനർജി എന്ന ചാപ്റ്ററാണ്. ആദ്യത്തെ പാർട്ടുള്ള വീഡിയോയിൽ ഞാൻ വർക്കിനെ കുറിച്ച് പഠിപ്പിച്ചു. അത് കഴിഞ്ഞിട്ട് സെക്കൻഡ് പാർട്ടിൽ നമ്മൾ വർക്കിന് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ന്യൂമറിക്കൽസും മറ്റ് ക്വസ്റ്റ്യൻസും ചെയ്തു. ഇന്ന് നമുക്ക് രണ്ടാമത്തെ പാർട്ടായ എനർജി നോക്കാം. അപ്പോൾ എനർജി എന്ന വേർഡ് നമുക്കെല്ലാം സുപരിചിതമാണ് അല്ലേ? ഊർജം. ഈ ഊർജം നമുക്ക് എല്ലാവർക്കും ഉണ്ട്. നമ്മൾ അത് ഉപയോഗിച്ച് പല കാര്യങ്ങളും ചെയ്യുന്നുമുണ്ട്. പക്ഷെ നമ്മൾ ആരും ഊർജ്ജത്തെ കണ്ടിട്ടില്ല. പക്ഷെ നമുക്കതിനെ ഫീൽ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ നമുക്കതിനെ മനസ്സിലാക്കാൻ പറ്റും. ഞാൻ ചില ഉദാഹരണങ്ങൾ പറയാം. ഒരു മാവിലൊരു മാങ്ങ നിപ്പുണ്ട്. നിങ്ങളൊരു കുഞ്ഞു കല്ലെടുത്ത് ആ മാങ്ങയിലൊന്ന് തൊട്ടു, ഒന്നും സംഭവിക്കില്ല. പക്ഷെ അതേ കല്ല് നിങ്ങൾ മാങ്ങയിലേക്ക് എറിയുകയാണെങ്കിൽ അത് ചെന്ന് മാങ്ങയിൽ കൊണ്ടാൽ ആ മാങ്ങ താഴെ വീഴും. അതേപോലെ തന്നെ ഒരു ആണി എനിക്ക് ഒരു വോളിൽ തറയ്ക്കണം. ആണിയിലേക്ക് ഞാൻ വെറും ഹാമർ ഇങ്ങനെ തൊട്ടാൽ ഒന്നും സംഭവിക്കില്ല. പക്ഷെ ആ ഹാമറിനെ ഞാനൊന്ന് പുറകിലേക്ക് കൊണ്ടുവന്നിട്ട് അതിനെ ഹിറ്റ് ചെയ്താൽ ഈ ആണി ഭിത്തിയിലേക്ക് തുളച്ച് കയറും. അതേപോലെ നമ്മളൊരു ബസ് നിർത്തിയിട്ടിരിക്കുകയാണെങ്കിൽ നമ്മളതിൽ സുഖമായിട്ട് വേണേൽ ചാരി നിൽക്കാം, ഒരു കുഴപ്പമില്ല. പക്ഷേ ബസ്സൊന്ന് എടുത്താലോ നമ്മൾ ചാടി മാറും അല്ലേ? കാരണം നമുക്കറിയാം അതിനെന്തുണ്ട്, വർക്ക് ചെയ്യാനുള്ള പവറുണ്ട്. അപ്പോൾ ഈ 3 സിറ്റുവേഷനിലും നമ്മൾ അതിനെ വർക്ക് ചെയ്യാനുള്ള പവർ കൊടുത്തു. ഈ വർക്ക് ചെയ്യാനുള്ള കഴിവിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഊർജം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഫിസിക്സിൽ പ്രവൃത്തി ചെയ്യാനുള്ള കഴിവിനെയാണ് നമ്മൾ ഊർജം എന്ന് പറയുന്നത്. അപ്പോൾ ഇവ രണ്ടും വളരെ റിലേറ്റഡ് ആണ്. ഊർജം ഉണ്ടെങ്കിലേ പ്രവൃത്തിയുള്ളൂ അല്ലേ? അപ്പോൾ കൂടുതൽ ഊർജം ഉണ്ടെങ്കിൽ കൂടുതൽ പ്രവൃത്തി ചെയ്യാം, കുറച്ച് ഊർജം ഉണ്ടെങ്കിൽ കുറച്ച് പ്രവൃത്തി ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഊർജത്തിൻ്റെ ഒരു പ്രത്യേകത നോക്കിയാൽ ഇതൊരു സ്കേലാർ ക്വാണ്ടിറ്റിയാണ്. അപ്പോൾ വർക്കും എന്തായിരുന്നു, സ്കേലാർ ക്വാണ്ടിറ്റിയാണ്, ഇതും സ്കേലാർ ക്വാണ്ടിറ്റിയാണ്. ഇനി യൂണിറ്റോ, വർക്കിൻ്റെ യൂണിറ്റ് ജൂളായിരുന്നു. അപ്പോൾ നമ്മുടെ എനർജിയുടെ യൂണിറ്റ് അല്ലെങ്കിൽ ഊർജത്തിൻ്റെ യൂണിറ്റ് എന്താണ്, ജൂള് തന്നെയാണ്. സപ്പോസ് എനിക്കിപ്പോൾ 100 ജൂൾ ഓഫ് വർക്കാണ് ഒരു ഓബ്ജക്റ്റിനെ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റാൻ വേണ്ടത്. അപ്പോൾ ഞാൻ എത്ര എനർജി ഉപയോഗിക്കണം, 100 ജൂൾ ഓഫ് എനർജി. ഇവിടെ വർക്ക് ഡണ്ണും എനർജിയും സെയിം ആണ്. ഇനി ചില സമയത്ത് നമുക്കൊരു ഹയർ യൂണിറ്റ് ഉപയോഗിക്കേണ്ടി വരും, കൂടുതൽ എനർജിയെ കുറിച്ച് പറയുമ്പോൾ. അപ്പോൾ നമ്മൾ കിലോ ജൂൾ എന്ന് ഉപയോഗിക്കും. കിലോ എന്ന് പറഞ്ഞാൽ 1000. അപ്പോൾ 1000 ജൂളാണ് 1 കിലോ ജൂൾ എന്ന് ഉദ്ദേശിക്കുന്നത്. ഒരു ജൂളിനെ നമുക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യാം? ഒരു ജൂൾ എന്ന് പറയുന്നത് 1 ജൂള് വർക്ക് ചെയ്യാൻ വേണ്ടി ആവശ്യമുള്ള എനർജിയാണ് നമ്മൾ ഒരു ജൂൾ എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് എനർജി റിക്വയർഡ് ഓർ സ്പെൻറ്റ് ഫോർ doing 1 joule of work is defined as 1 joule of energy. ഇനി ഇത് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ എനർജിയെ നമ്മൾ പഠിച്ചു. അപ്പോൾ എനർജിയിൽ പല തരത്തിലുള്ള എനർജി ഉണ്ട് അല്ലേ? നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള ഏതൊക്കെ എനർജിയാണ്? കെമിക്കൽ എനർജി, അതായത് കോള്, പെട്രോളിയം, കെറസിനൊക്കെ നമ്മൾ ഇന്ധനമായിട്ട് ഉപയോഗിക്കുന്നു. അവ കത്തിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന എനർജി അത് എന്തിൽ നിന്ന് വരുന്നതാണ്? അവരുടെ കെമിക്കൽ എനർജിയാണ്. പിന്നെ എന്തുണ്ട്, വിൻഡ് എനർജിയെ കുറിച്ച് കേട്ടിട്ടുണ്ട് അല്ലേ? സൗണ്ട് എനർജി ഉണ്ട്. വൈബ്രേറ്റ് ചെയ്യുന്ന ഒബ്ജക്റ്റിന് സൗണ്ട് എനർജി ഉണ്ട്. സണ്ണിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടുന്നു? ലൈറ്റ് എനർജി നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ ഇലക്ട്രിസിറ്റി, പല മീൻസിലൂടെ നമ്മൾ ഇലക്ട്രിസിറ്റി അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ എനർജി ഉണ്ടാക്കുന്നുണ്ട്. മാഗ്നറ്റിക് എനർജി ഉണ്ട്, അതല്ലെങ്കിൽ നമുക്ക് ഹൈഡ്രോതെർമൽ എനർജി ഉണ്ട് അല്ലേ? വെള്ളത്തിനും എനർജി ഉണ്ട്. ന്യൂക്ലിയർ എനർജി ഉണ്ട്. പിന്നെ മെക്കാനിക്കൽ എനർജി ഉണ്ട്. അപ്പം നമ്മൾ ഈ ചാപ്റ്ററിൽ പ്രധാനമായിട്ടും പഠിക്കുന്നത് മെക്കാനിക്കൽ എനർജിയെ കുറിച്ചാണ്. ഈ മെക്കാനിക്കൽ എനർജി 2 തരമാണ്. ഒന്നാമത്തേത് കൈനറ്റിക് എനർജി അഥവാ ഗതികോർജം. രണ്ടാമത്തേത് പൊട്ടൻഷ്യൽ എനർജി അഥവാ സ്ഥിതികോർജം. അപ്പോൾ നമുക്ക് ഇത് ഓരോന്നും വ്യക്തമായിട്ട് മനസ്സിലാക്കാം. ആദ്യം കൈനറ്റിക് എനർജിയിലേക്ക് കടക്കാം. നമുക്ക് ഗതികോർജം അഥവാ കൈനറ്റിക് എനർജിയെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. അപ്പോൾ നമ്മൾ ആദ്യത്തെ എക്സാമ്പിൾസിലേക്ക് പോകാം. ഒരു മാങ്ങ നമ്മളെ കല്ലെറിഞ്ഞപ്പോൾ വീണു. ഒരു ഹാമർ കൊണ്ട് നമ്മൾ ഹിറ്റ് ചെയ്തപ്പോൾ നെയില വോളിൽ തുളച്ച് കയറി. അതല്ലെങ്കിൽ ഒരു മൂവിങ് ബസ് വരുന്നതിന് അതിന് നമ്മളെ ഇടിച്ചാൽ അതിന് നമുക്ക് അപകടം ഉണ്ടാകാം. അപ്പോൾ ഇവിടെയൊക്കെ ആദ്യം അവ നിന്നപ്പോൾ അവയ്ക്കൊന്നും എനർജി ഇല്ലായിരുന്നു. പക്ഷെ മൂവ് ചെയ്ത് തുടങ്ങിയപ്പോൾ അവയ്ക്കെല്ലാം എനർജി കിട്ടി. അപ്പോൾ മൂവ് ചെയ്യുന്നത് കൊണ്ട് വർക്ക് ചെയ്യാനുള്ളൊരു കഴിവ് കിട്ടി. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, കൈനറ്റിക് എനർജി എന്ന് പറയുന്നത്, അഥവാ ഗതികോർജം. മൂവ്മെന്റ് കൊണ്ട് എനർജി പോസസ് ബൈ എ ബോഡി ബൈ വെർച്യൂ ഓഫ് ഇറ്റ്സ് മോഷൻ. അപ്പോൾ അത് ആർക്ക് മാത്രമേ ഉള്ളൂ? മൂവ് ചെയ്യുന്ന ബോഡിക്ക് മാത്രമേ ഉള്ളൂ. നിൽക്കുന്ന ബോഡിക്ക് ഉണ്ടോ? ഇല്ല അല്ലേ? അപ്പോൾ നിൽക്കുന്ന ബോഡിക്ക് വർക്ക് ചെയ്യാനുള്ള കഴിവില്ല. പക്ഷെ മൂവ് ചെയ്യുമ്പോൾ കിട്ടുന്ന കഴിവ്, വർക്ക് ചെയ്യാനുള്ള കഴിവാണ് അതിൻ്റെ കൈനറ്റിക് എനർജി.
ഇതിന് പല ഉദാഹരണങ്ങളുണ്ട്. ഒഴുകി വരുന്ന വെള്ളത്തിൽ നമുക്ക് വാട്ടർ മില്ല് കറക്കാൻ പറ്റും അല്ലേ? അപ്പോൾ ആ ഒഴുകി വരുന്ന വെള്ളത്തിൽ എന്തുണ്ട്? ഗതികോർജ്ജമുണ്ട്. അല്ലെങ്കിൽ ആ വെള്ളത്തിൽ നിന്ന് നമ്മൾ ടർബൈൻ കറക്കി ഇലക്ട്രിസിറ്റി ഉണ്ടാക്കുന്നു, ഹൈഡ്രോ ഇലക്ട്രിസിറ്റി. അപ്പോൾ അവിടെ എന്താണ്? ആ വെള്ളത്തിന് എനർജി ഉണ്ട്. ഏത് എനർജി? ഗതികോർജ്ജം അഥവാ കൈനറ്റിക് എനർജി. ഇനി നമ്മളൊരു തോക്കിൽ നിന്ന് വെടിയുതിർക്കുകയാണെങ്കിൽ ആ ബുള്ളറ്റിന് എന്താ ഉള്ളത്? ഗതികോർജ്ജം. ആ ഊർജ്ജം ഉപയോഗിച്ചാണ് അതൊരു ടാർഗറ്റിൽ തുളച്ചു കയറുന്നത്. അപ്പോൾ ഇതെല്ലാം ഗതികോർജ്ജത്തിനുള്ള എക്സാമ്പിൾസ് ആണ്. പിന്നെ നമുക്ക് ഗതികോർജ്ജത്തിന്റെ ഫോർമുല എന്താണെന്ന് നോക്കാം, അതെങ്ങനെ ഡിറൈവ് ചെയ്യുന്നു എന്ന് നോക്കാം. അതായത് ഇപ്പോൾ ഒരു മാസ് മാസുള്ള ഒരു ബോഡി ഉണ്ടെന്ന് കരുതുക. അതൊരു വെലോസിറ്റി വിയില് ഒരു സ്ഥലത്ത് നിന്ന് മൂവ് ചെയ്യുകയാണ്. അപ്പോൾ നമുക്കൊരു ആദ്യത്തെ പൊസിഷൻ എ എന്നെടുക്കാം. അപ്പോൾ ഇതിന്റെ ആദ്യം ഇതിപ്പോൾ വെറുതെ നിൽക്കുകയാണ് അല്ലെ, അനങ്ങുന്നില്ല. അപ്പോൾ ഇതിന്റെ ഇനിഷ്യൽ വെലോസിറ്റി യു നമുക്ക് 0 ആയിട്ട് എടുക്കാം. പിന്നെ അത് ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ, അതായത് നമ്മൾ ബലം വർക്ക് ചെയ്യണം അല്ലെ, ഫോഴ്സ് അപ്ലൈ ചെയ്ത് ഡിസ്പ്ലേസ്മെന്റ് ആകുന്നു. അപ്പോൾ നമ്മളൊരു വർക്ക് ഡൺ ഇൻ മൂവിങ് ദിസ് ടു അനദർ പോയിന്റ് ബി. അപ്പോൾ ഇവിടെ മൂവ് ചെയ്ത ആക്സലറേഷൻ നമുക്ക് എന്തായിട്ട് എടുക്കാം? എ എന്നെടുക്കാം. ഈ മൂവ് ചെയ്ത ഡിസ്റ്റൻസിനെ നമുക്ക് എസ് എന്നെടുക്കാം. ഫൈനൽ വെലോസിറ്റി ഇത് അറ്റൈൻ ചെയ്തു, നമ്മൾ കൊടുത്ത വർക്ക് ഉപയോഗിച്ചിട്ട് അത് അറ്റൈൻ ചെയ്ത വെലോസിറ്റിയാണ് വി. അപ്പോൾ ഈ വി അറ്റൈൻ ചെയ്യാനുള്ള വർക്കാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് അക്കോർഡിംഗ് ടു ലോസ് ഓഫ് മോഷൻ വി നോ v² മൈനസ് u² ഇസ് ഈക്വൽ ടു 2as. ഇവിടെ u 0 ആയി കഴിഞ്ഞല്ലേ, അപ്പോൾ v² എന്തായിട്ട് എടുക്കാം? 2as. ഇനി ഇതിലെ ഡിസ്പ്ലേസ്മെന്റ് എന്താണെന്ന് കണ്ടു. എസിനെ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യും? ഇതിനെ നമ്മൾ ഡിനോമിനേറ്ററിൽ കൊണ്ടുവരും. v²/2a എന്ന് കിട്ടി. ഇനി ഇതിവിടെ നിൽക്കട്ടെ. ന്യൂട്ടന്റെ സെക്കൻഡ് ലോ ഓഫ് മോഷൻ അനുസരിച്ച് ഫോഴ്സ് അപ്ലൈഡ് ഓൺ എ ബോഡി ഈസ് ഈക്വൽ ടു ഇറ്റ്സ് മാസ് ഇൻടു ആക്സലറേഷൻ ഡ്യൂ ടു acceleration. So here we can say that work done to move this from A to B is force applied into the displacement. Force, we can use this formula, that is m into A into S. We can substitute this v²/2a. So this A can be cancelled. അപ്പോൾ എന്ത് പറ്റി? നമുക്കിവിടെ 1/2 mv² എന്ന് കിട്ടി. ഇതാണ് കൈനറ്റിക് എനർജിയുടെ ഫോർമുല. കൈനറ്റിക് എനർജി കാണണമെങ്കിൽ 1/2 ഇൻറ്റു mv² എന്ന ഫോർമുലയാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. അപ്പോൾ ഈ ഫോർമുലയിൽ നമുക്ക് എന്ത് മനസ്സിലാക്കാം? കൈനറ്റിക് എനർജി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എന്താണ്? മാസ് അല്ലേ? മാസുമായിട്ട് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. വെലോസിറ്റി കോൺസ്റ്റന്റ് ആണെങ്കിൽ മാത്രം, വെലോസിറ്റി നമ്മൾ മാറ്റമൊന്നും വരുത്തുന്നില്ലെങ്കിൽ മാസുമായിട്ട് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. അതുപോലെ കൈനറ്റിക് എനർജി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്ക്വയർ ഓഫ് വെലോസിറ്റി ആയിട്ടല്ല, ഓർക്കുക, സ്ക്വയർ ഓഫ് ദ വെലോസിറ്റി. അവിടെ നമ്മൾ മാസിൽ ചേഞ്ച് ഒന്നും വരുത്തുന്നില്ല. 1/2 mv² ആണ് കൈനറ്റിക് എനർജി അല്ലേ? അപ്പോൾ ഈ കൈനറ്റിക് എനർജി മാസുമായിട്ട് പ്രൊപ്പോർഷണൽ ആണെന്ന് കണ്ടു. അപ്പോൾ കൈനറ്റിക് എനർജി ഡബിൾ ആക്കിയാൽ മാസ് എന്താകും? ഡബിൾ ആകും. കൈനറ്റിക് എനർജി 1/2 ആക്കിയാൽ മാസും എന്താകും? 1/2 ആവും. ഇനി വെലോസിറ്റി ആയിട്ടോ, കൈനറ്റിക് എനർജി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്ക്വയർ ഓഫ് ദ വെലോസിറ്റി. അപ്പോൾ ഇവിടെ കൈനറ്റിക് എനർജി ഡബിൾ ആക്കിയാൽ ഇവിടെ 2² എത്രയാകും? 4 ടൈംസ് ആകും. കൈനറ്റിക് എനർജി 1/2 ആക്കിയാൽ ഇവിടെ 1/2² 1/4 ആവും. ഓക്കെ, അത് ഓർത്ത് വയ്ക്കുക. അപ്പോൾ വെലോസിറ്റി കൂട്ടുമ്പോൾ ഡബിൾ അല്ല, അത് സ്ക്വയർ ആയിട്ട് എടുക്കുക. അതേസമയം മാസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. ഗതികോർജ്ജം എന്താണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞല്ലേ? ഇനി നമുക്ക് സ്ഥിതികോർജ്ജത്തെക്കുറിച്ച് മനസ്സിലാക്കാം. അപ്പോൾ മൂവ് ചെയ്യുന്ന ബോഡിക്കുള്ളതാണ് ഗതികോർജ്ജമെങ്കിൽ ഭൂമിയുടെ ലെവലിൽ നിന്നും ഉയരത്തിലിരിക്കുന്ന ഒരു വസ്തുവിന് ലഭിക്കുന്നതാണ് പൊട്ടൻഷ്യൽ എനർജി അഥവാ സ്ഥിതികോർജ്ജം. അപ്പോൾ ഭൂമിയിൽ ലെവലിൽ ഇരുന്ന് കഴിഞ്ഞാൽ അതിന് എനർജി ഇല്ല. അതിനെ അവിടെ നിന്ന് ലിഫ്റ്റ് ചെയ്യുന്നത് മുതൽ അതിന് എനർജി കിട്ടി തുടങ്ങും. അതായത് എനർജി ഓഫ് ആൻ ഓബ്ജെക്ട് ബൈ വെർച്യൂ ഓഫ് ഇറ്റ്സ് റേസ്ഡ് പൊസിഷൻ, ഉയർന്ന സ്ഥാനം, അല്ലെങ്കിൽ ചേഞ്ച് ഇൻ കോൺഫിഗറേഷൻ, അതിൻ്റെ ഇലാസ്റ്റിസിറ്റിക്ക് എതിരായിട്ട് നമ്മൾ എന്തെങ്കിലും ചെയ്യുമ്പോഴാണ് അതിന് എനർജി കിട്ടുന്നത്. അപ്പോൾ പൊസിഷൻ കൊണ്ട് കിട്ടുന്നതാണെങ്കിൽ അതിനെ ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി എന്നും, അത് ഇലാസ്റ്റിസിറ്റി കൊണ്ട് കിട്ടുന്നതാണെങ്കിൽ ഇലാസ്റ്റിക് പൊട്ടൻഷ്യൽ എനർജി എന്നും പറയാം. അപ്പോൾ ഇത് നമുക്കൊന്ന് മനസ്സിലാക്കാം. ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി, ഇപ്പോൾ ഈ ഒരു പേന തറയിലിരിക്കുകയാണെങ്കിൽ അതിന് ഒട്ടും എനർജി ഇല്ല. പക്ഷെ ഞാനത് ലിഫ്റ്റ് ചെയ്ത് ഒരു ഹൈറ്റിലേക്ക് കൊണ്ടുവരുമ്പോൾ ഞാനൊരു വർക്ക് ഡൺ ആണ് അല്ലേ, അവിടെ ഞാൻ വർക്ക് ചെയ്തിട്ട് പ്രവൃത്തി ചെയ്തിട്ടാണ് അതിനെ കൊണ്ടുവരുന്നത്. അപ്പോൾ ആ ഒരു ഊർജ്ജം അതിന് ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഇരിക്കുന്ന ഒരു പേനയും മറ്റൊന്നിനെ ഞാൻ ലിഫ്റ്റ് ചെയ്ത് ഇവിടെ കൊണ്ടുവന്നു.
ഏതിനായിരിക്കും കൂടുതൽ ഗതികോർജ്ജമുള്ളത്, സ്ഥിതികോർജ്ജമുള്ളത്? ഇതിനല്ലേ. ഇതിനേക്കാളും കൂടുതൽ വർക്ക് ഞാൻ ചെയ്തു ഇതുവരെ കൊണ്ടുവരാനായിട്ട്. ഇനി ഇതിന് ഇവിടെ കൊണ്ടുവന്നാലോ? ഇതിന്റെ പൊട്ടൻഷ്യൽ എനർജി കൂടി. അപ്പോൾ ഹൈറ്റ് കൂടുന്തോറും, ഭൂമിയുടെ ലെവലിൽ നിന്ന് ഹൈറ്റ് കൂടുന്തോറും എനർജിയുടെ ലെവലും കൂടും. അതിന് വേറൊരു എക്സാമ്പിൾ പറയാം. ഈ ഒരു പേന ഞാനിങ്ങനെ തലയിൽ വെച്ചാൽ എനിക്കൊന്നും പറ്റില്ല. പക്ഷേ ഇതേ പേന ഈ റൂഫിൽ നിന്ന് എൻ്റെ തലയിൽ വന്ന് വീണാൽ തീർച്ചയായിട്ടും എനിക്കത് ഹേർട്ട് ചെയ്യും. ദ സെയിം വേ നമ്മളിപ്പോൾ ഇവിടെ തറയിൽ ഇങ്ങനെ വീണാൽ വലിയ ആപത്തൊന്നും പറ്റില്ല. പക്ഷെ ഒരു ബിൽഡിങ്ങിന്റെ മണ്ടയിൽ നിന്ന്, ഒരു ഏണിയുടെ മണ്ടയിൽ നിന്നൊക്കെ വീഴുമ്പോൾ നമുക്ക് ഡാമേജ് കൂടുതലായിരിക്കും. കാരണം എന്താണ്? അവിടെ നമുക്ക് ഹൈ പൊട്ടൻഷ്യൽ എനർജിയാണ്. ഇത് നമ്മൾ യൂസ്ഫുൾ ആയിട്ട് ഉപയോഗിക്കുന്നത് എങ്ങനെയാണ്? ഡാമിലും റിസർവോയറിലൊക്കെ വെള്ളം കെട്ടി നിർത്തിയിട്ട് ആ പൊട്ടൻഷ്യൽ എനർജിയെ നമ്മൾ ഗതികോർജ്ജമാക്കി മാറ്റിയാണ് ടർബൈൻസ് കറക്കി ഇലക്ട്രിസിറ്റിയൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഏതൊരു വസ്തുവും മുകളിലേക്ക് പോകുന്തോറും, അതായത് ഗ്രൗണ്ട് ലെവലിൽ നിന്ന് മുകളിലേക്ക് പോകുന്തോറും അതിന് എനർജി കൂടിക്കൂടി വരുന്നു. ആ എനർജിയാണ് എന്ത്? പൊട്ടൻഷ്യൽ എനർജി. ഇനി രണ്ടാമത്തേതെന്ന് പറഞ്ഞാൽ ഇലാസ്റ്റിക് പൊട്ടൻഷ്യൽ എനർജി. അതായത് നമ്മൾ അതിൻ്റെ ഷേപ്പ് ഒന്ന് ചേഞ്ച് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ്. ഒരു സ്പ്രിങ് ഞാൻ വലിച്ച് നീട്ടിയിട്ട് വിട്ടു കഴിഞ്ഞാൽ എനിക്കറിയാം അത് പെട്ടെന്ന് വന്ന് തിരിച്ചു വരും അല്ലേ. അപ്പോൾ ആ ഒരു വർക്ക് ഞാൻ അവിടെ ചെയ്യുന്നത് ഇലാസ്റ്റിസിറ്റിക്ക് എതിരായിട്ടാണ്. ലിഫ്റ്റ് ചെയ്യുമ്പോൾ ഗ്രാവിറ്റിക്ക് എതിരായിട്ടാണ്, ഇവിടെ ഇലാസ്റ്റിസിറ്റിക്ക് എതിരായിട്ടാണ്. അല്ലെങ്കിൽ ഞാനത് കംപ്രസ് ചെയ്താൽ ഇതേ ഇഫക്റ്റ് ആണ്. അപ്പോൾ സ്ട്രെച്ചിങ് ഓർ കംപ്രസിങ് കൊണ്ട് ഞാൻ ചെയ്യുന്ന എന്താണ്? ഇലാസ്റ്റിക് പൊട്ടൻഷ്യൽ എനർജിയാണ് അതിന് നൽകുന്നത്. അപ്പോൾ അതിന് എനർജി ഉണ്ട് അല്ലേ. അതേപോലെ ഞാനൊരു ബോ ആൻഡ് ആരോ, ഞാനൊരു ഫാറവേ ഉള്ള ഒരു ഒബ്ജക്റ്റാണ് ടാർഗറ്റ് ചെയ്യുന്നതെങ്കിൽ ഞാൻ ബോ നന്നായിട്ട് വലിച്ചു പിടിക്കുക അല്ലേ. ഈ പിറകിലോട്ട് ഞാൻ വലിക്കുമ്പോൾ ഇലാസ്റ്റിസിറ്റിക്ക് എതിരായിട്ട് ഞാൻ വർക്ക് ചെയ്യുകയാണ്. അപ്പോൾ ആ ഒരു എനർജി ഇതിന് ലഭിക്കുന്നത് കൊണ്ടാണ് ഞാനത് വിടുമ്പോഴേക്കും അത് പോകുന്നത്. പക്ഷെ ഉടനെ അത് എന്തായിട്ട് മാറി? ഗതികോർജ്ജം, കൈനറ്റിക് എനർജി ആയിട്ട് മാറി അല്ലേ. അപ്പോൾ പൊട്ടൻഷ്യൽ എനർജി നമ്മൾ പിടിച്ചു വെക്കുന്ന അത്രേ ഉള്ളൂ. ദ മൊമെന്റ് വി റിലീസ് പൊട്ടൻഷ്യൽ എനർജി കഴിഞ്ഞു, അതെന്തായിട്ട് മാറും? കൈനറ്റിക് എനർജി ആയിട്ട് മാറും. അതല്ലെങ്കിൽ വേറൊരു എക്സാമ്പിൾ, നിങ്ങൾ ക്ലാസ്സിലൊക്കെ ചില നോട്ടി കുട്ടികൾ റബ്ബർ ബാൻഡ് എടുത്തിട്ട് ഇങ്ങനെ പേപ്പർ വെച്ചടിക്കും അല്ലേ. അപ്പം റബ്ബർ ബാൻഡും വെറുതെ ഇങ്ങനെ വെച്ചാൽ പോവില്ല. പക്ഷെ നിങ്ങൾ വലിച്ചു പിടിക്കും, എന്താ ചെയ്യുന്നത്? നിങ്ങൾ അതിനൊരു ഇലാസ്റ്റിക് പൊട്ടൻഷ്യൽ എനർജി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ റിലീസ് ചെയ്യുമ്പോൾ അത് പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് അങ്ങ് പോകും. അതേപോലെയാണ് തറയിലിരിക്കുന്ന ഒരു വസ്തു നമുക്ക് പേടിക്കല്ല. കുഞ്ഞുങ്ങളെയൊക്കെ നമ്മൾ കട്ടിലിരുത്തിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറാൻ നമുക്ക് പേടിയാണ്, അവർ ഉരുണ്ട് വീഴും. അത് നമ്മൾ തറയിരുത്തിയിട്ട് പോയാൽ നമുക്ക് വലിയ പേടിയില്ല, കാരണം അവിടെ നിന്ന് വീഴാനുള്ള ഒരു പോസിബിലിറ്റി ഇല്ല. അപ്പോൾ തറയിലിരിക്കുമ്പോൾ അവരുടെ പൊട്ടൻഷ്യൽ എനർജി സീറോയാണ്, അതവർക്ക് അവിടെ തന്നെ ഇരിക്കും. അതേസമയം ഞാൻ കട്ടിലിൽ ഇരുത്തി കഴിഞ്ഞാൽ ഇത്തിരി പൊട്ടൻഷ്യലാണ് ഞാൻ കൊടുക്കുകയാണ്, അത് മറിയുമ്പോൾ എന്തായി? കൈനറ്റിക് എനർജി ആയിട്ട് അത് താഴേക്ക് വീഴുകയും ചെയ്യും. അപ്പം അതുകൊണ്ടാണ് നമ്മൾ പൊസിഷൻ അനുസരിച്ച് അല്ലെങ്കിൽ ഇലാസ്റ്റിക് ചേഞ്ച് ഇൻ കോൺഫിഗറേഷൻ അനുസരിച്ച് വരുന്ന എനർജിയെ നമ്മൾ സ്ഥിതികോർജ്ജം എന്ന് പറയുന്നു. ഫോർമുല ഒന്ന് ഡിറൈവ് ചെയ്ത് നോക്കാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ എ എന്നൊരു ബോഡിയെ ഇവിടെ നിന്ന് എ എന്ന പൊസിഷനിൽ നിന്ന് ഈ ബോഡിയെ ഞാൻ ബിയിലേക്ക് ലിഫ്റ്റ് ചെയ്തു. അപ്പോൾ അതിനൊരു ഡിസ്പ്ലേസ്മെന്റ് സംഭവിച്ചു, അത് എച്ച് ആണ്. അപ്പോൾ ഇവിടെ ഞാൻ ഫോഴ്സ് അപ്ലൈ ചെയ്തിട്ടാണ് എനിക്ക് അവിടെ ഡിസ്പ്ലേസ്മെന്റ് കിട്ടിയത്. അപ്പോൾ ഫോഴ്സിന്റെ ഫോർമുല എന്താണ്? യൂഷ്വലി നമ്മൾ FM എന്ന് എടുക്കും. ഇത് അഗെയിൻസ്റ്റ് ദ ഗ്രാവിറ്റി ആണ് നമ്മൾ mg എടുക്കും അല്ലേ. മാസ് ഇൻറ്റു ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. ഇനി ഹൈറ്റ്, എത്ര ഡിസ്പ്ലേസ്മെന്റ് ആണ് ഈ ബോഡിക്ക് സംഭവിച്ചത്? h ഹൈറ്റിലാണ് ഞാൻ ഡിസ്പ്ലേസ് ചെയ്തത്. അപ്പോൾ വർക്ക് ഡൺ, ഐ ഹാവ് ടു ഡു എ വർക്ക് അല്ലേ. ഞാൻ വർക്ക് ചെയ്ത പ്രവൃത്തി ചെയ്താൽ മാത്രമേ എനിക്ക് ചെയ്യാൻ പറ്റൂ. ആ പ്രവൃത്തി എന്ന് പറഞ്ഞാൽ അതിന് ഈക്വൽ ആണ് അതിന്റെ ഊർജ്ജം. സോ വർക്ക് ഡൺ എന്ന് എത്രയാണ്? ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ്. അപ്പോൾ ഫോഴ്സ് എന്ന് പറയുന്നത് നമുക്ക് mg എന്ന് എടുക്കാം, ഡിസ്പ്ലേസ്മെന്റ് h. അപ്പോൾ ഈ വർക്ക് ഡൺ തന്നെയല്ലേ എനർജി ഈസ് ഈക്വൽ ടു mgh. അപ്പോൾ ഈ ഫോർമുല എന്ന് പറയുന്നതാണ് പൊട്ടൻഷ്യൽ എനർജിയുടെ ഫോർമുല. അപ്പോൾ പൊട്ടൻഷ്യൽ എനർജി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു m, പൊട്ടൻഷ്യൽ എനർജി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു g, പൊട്ടൻഷ്യൽ എനർജി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു h. സോ ഞാൻ മാസ് കൂട്ടിയാൽ പൊട്ടൻഷ്യൽ എനർജി കൂടും, മാസ് കുറച്ചാൽ പൊട്ടൻഷ്യൽ എനർജി കുറയും. ജി എന്ന് പറയുന്നത് അത് എല്ലായിടത്തും കോൺസ്റ്റന്റ് അല്ല. നമുക്കറിയാം പോൾസിൽ ജിയുടെ വാല്യൂ ഏറ്റവും കൂടുതലും ഇക്വേറ്ററിൽ ജിയുടെ വാല്യൂ കുറവും. അപ്പോൾ അതനുസരിച്ച് വേരിയേഷൻ വരാം. പിന്നെ ഹൈറ്റ്, ഞാൻ കൂടുതൽ ഹൈറ്റിലേക്ക് കൊണ്ടുപോയാൽ പൊട്ടൻഷ്യൽ എനർജി കൂടും, ഹൈറ്റ് കുറച്ചാൽ പൊട്ടൻഷ്യൽ എനർജിയും കുറയും. ഇതിനോടനുബന്ധിച്ച് വരുന്ന ചോദ്യങ്ങളും ന്യൂമറിക്കൽസും എല്ലാം നമുക്ക് മറ്റൊരു വീഡിയോയിൽ ചർച്ച ചെയ്യാം.